ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാർത്തിക്. ഇപ്പം ഇൻ്റർവ്യൂ ഒന്നും പറഞ്ഞ് ചെന്ന് കയറാൻ നാണക്കേടായി തുടങ്ങി. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോലും തോന്നുന്നില്ല. എന്തു പറയാൻ, ജോലി കിട്ടിയില്ല അത്ര തന്നെ. ഒരു സൈറ്റ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇരിക്കുന്ന ആളിനെ ആവശ്യമില്ലെന്ന്. അതാണിപ്പോൾ എൻ്റെ അയോഗ്യത. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല. ആ എടാ, എനിക്കൊരു കോള് വരുന്നുണ്ട്. ആരാണെന്ന് അറിയില്ല, ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ഞാൻ ഇപ്പോൾ വിളിക്കാം. ഹലോ. ഹലോ, ഇത് ഗൗതം ഗോപിനാഥല്ലേ? അതെ, ആരാ മനസ്സിലായില്ല? ഇത് ആൽഫ ബിൽഡേഴ്സിൽ നിന്നാണ്. ഗൗതം ഇവിടേക്ക് ഒരു പ്രൊഫൈൽ അയച്ചിരുന്നല്ലോ. അതെ സാർ, അയച്ചിരുന്നു. പക്ഷേ റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. ഗൗതമിന് ഇന്ന് നമ്മുടെ ഓഫീസിൽ വന്ന് എന്നെ നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ സാർ, പറ്റും. എപ്പോൾ വരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാം. അങ്ങനെ ടൈമൊന്നുമില്ല, പറ്റിയ ഇന്ന് തന്നെ വരണം. ഇപ്പോഴെങ്കിൽ ഇപ്പോ, മാക്സിമം നേരത്തെ എത്തിയാൽ അത്രയും നല്ലത്. ഞാൻ വരാം സാർ. ഞാനിപ്പം ആൽഫയുടെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. വന്നോളൂ. വേറെ ആരെയും കാണാൻ നിൽക്കണ്ട. നേരെ ബിസിനസ് മാനേജർ ഗോകുമാറിനെ കാണണമെന്ന് പറഞ്ഞ് എന്റെ ക്യാബിനിലേക്ക് പോന്നാൽ മതി. വരാം സാർ. ഓക്കെ, താങ്ക് യു. ഏയ് ഓട്ടോ. ചേട്ടാ ചേട്ടാ, വണ്ടി നിർത്തി. ഞാനിപ്പോഴും കാറിലിരുന്ന് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഇനി എൻ്റെ പ്രാർത്ഥനകൾ അധികമൊന്നും കേൾക്കണ്ടല്ലോ എന്ന് കരുതിയാവും ആ ആഗ്രഹം ദൈവം പെട്ടെന്ന് സാധിച്ചു തന്നത്. രണ്ടുപേരെയും ഒരുമിച്ച് എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നു. ഞാൻ നിർമ്മലയോട് ചെയ്തിട്ടുള്ളത് ഒരിക്കലും പൊറുക്കാനാവാത്ത കുറ്റമാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ആ തെറ്റിനെങ്കിലും എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം എനിക്ക്. അവസാന നിമിഷങ്ങളിലെങ്കിലും എൻ്റെ മോനും നിർമ്മലയും എൻ്റെ കൂടെ ഉണ്ടാവണം. നിധി പറഞ്ഞാൽ മാത്രമേ നിർമ്മല അനുസരിക്കൂ. പ്ലീസ് നിധി, ഒന്ന് നിർമ്മലയെ പറഞ്ഞ് സമ്മതിപ്പിക്കും. എൻ്റെ അപേക്ഷയാണ്. നിങ്ങൾ പറയുന്നതൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞങ്ങള്. ആലോചിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റൂ. വെറുതെ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല CKC. ദൈവം എൻ്റെ ആയുസിന്റെ കാര്യത്തിൽ വല്ലാത്ത ധൃതി കാണിക്കുന്നുണ്ട്. സമയമില്ല എനിക്ക്, അതുകൊണ്ടാ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എനിക്ക് നന്നായിട്ടൊന്ന് ആലോചിക്കണം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? എൻ്റെ മോനെ ഒന്ന് കാണിച്ചു തരുമോ എനിക്ക്? അവൻ്റെ കാല് പിടിച്ച് ചെയ്തു പോയ തെറ്റുകൾക്ക് മുഴുവൻ മാപ്പ് ചോദിക്കാം. ആയുസറ്റ് പോകുന്ന സമയം വരെയെങ്കിലും എൻ്റെ കൂടെ നിൽക്കണമെന്ന് യാചിക്കാം. അവനെ ഒന്ന് എൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നൂടെ? അതിനുള്ളൊരു ദയവെങ്കിലും കാണിക്കും. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ മാന്യമായി സംസാരിക്കുന്നത് പോലും ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യവും ദൈവമാണ് CKC. നിർമ്മലാന്റിക്ക് പറയാനുള്ളത് ആന്റി പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായാൽ വിളിച്ചറിയിച്ചോളാം. ആന്റി. ചേട്ടാ, അത്യാവശ്യമായിട്ട് വീട് വരെ പോകണം. നമുക്ക് തിരിച്ചു പോവാം. എന്നാലും ഇത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി കളയുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് പെട്ടെന്നെടുത്തൊരു തീരുമാനം ആയിപ്പോയോന്നൊരു സംശയം. മോൻ വന്നിട്ട് ഇന്ന് തന്നെ പോണെന്ന് പറഞ്ഞ കൂടെ പോവാതിരിക്കാൻ പറ്റും എനിക്ക്? അവനവിടെ തനിച്ചല്ലേ, കൂട്ടിന് ആരെങ്കിലും വേണ്ടേ? അതും ശരിയാ, ആൺപിള്ളേരെ അങ്ങനെ ഒറ്റയ്ക്കിടാനും പാടില്ലല്ലോ. പക്ഷെ പ്രതീക്ഷ പോലെ അല്ലല്ലോ ഈ പോക്ക്. അതും അവൻ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന് പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ ആന്റി. ആകെ തന്നത് ഒറ്റ ദിവസത്തെ ലീവാ. നേരം വെളുക്കുമ്പോഴെങ്കിലും കോഴിക്കോട് എത്തിയാലേ രാവിലെ ഡ്യൂട്ടിക്ക് കയറാൻ പറ്റൂ. എന്നിട്ട് ട്രെയിനിന് സമയമായോ? ഗൗതമും നിധിയും നിർമ്മലയൊന്നും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലല്ലോ. നീ അവരെ ഒന്ന് വിളിച്ചു നോക്കാം മോനെ. അളിയൻ വരാൻ വൈകുന്നേരം ആവൂന്ന് പറഞ്ഞിട്ടുണ്ട്. കാത്തു നിൽക്കാതെ പൊയ്ക്കോളാനും പറഞ്ഞു. അപ്പൊ നിധിയും വരില്ലേ? നമ്മൾ ഇറങ്ങും മുമ്പേ ചേച്ചി എത്തിക്കോളാന്നാ പറഞ്ഞേ.
ഇന്ന് വന്നു തോന്നല്ലോ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഒരു ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് തന്നെ ആയിരിക്കും. ഞാനൊന്ന് പോയി നോക്കാം. ആ എത്രേ നോക്കി അയച്ചിട്ടുണ്ട്. ശരി. അളിയൻ വരെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങ് എത്തിയോ? ഞാൻ പോകാൻ ഉദ്ദേശിച്ചതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കാര്യം വഴിക്ക് വെച്ച് കിട്ടി. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നേക്കെന്ന് കരുതി. അതെന്ത് കാര്യോ? അല്ല, നിധി ഇങ്ങോട്ട് എത്തിയോ? ഇല്ലെന്നേ, ചേച്ചിയെ കാത്തിരുന്ന് ട്രെയിൻ മിസ്സാവുന്ന തോന്നുന്നേ. അതിപ്പോ നേരിട്ട് കണ്ട് യാത്ര പറഞ്ഞാലേ പോകാൻ പറ്റുമെന്നൊന്നും ഇല്ലല്ലോ. എത്ര മണിക്കാ ട്രെയിൻ? ട്രെയിനിന് 1.5 മണിക്കൂറുണ്ട്. എടാ, വയ്യാത്ത നിന്റെ അമ്മയും കൊണ്ട് അവസാന നിമിഷം ധൃതി പിടിക്കാൻ നിൽക്കണ്ട. വേഗം ഇറങ്ങാൻ നോക്ക്. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന ഓട്ടോയിൽ തന്നെ നിനക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമായിരുന്നല്ലോ. അത് വേണ്ടലിയാ, ഞാൻ വേറൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അതിപ്പോ വരും. ആ ദേ ഓട്ടോ വന്നു. ആ, എങ്കിൽ പിന്നെ നിധിക്ക് വേണ്ടി കാത്തു നിന്ന് സമയം കളയണ്ട. നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്ക്. അല്ല, ആന്റിയൊക്കെ എവിടെ? വാ. ആഹാ, വരാൻ വൈകൂന്ന് പറഞ്ഞ ആള് നേരത്തെ എത്തിയല്ലോ. നീ നിർമ്മലയും നിധിയെ കണ്ടായിരുന്നോടാ? ആ, ഞാൻ അവരെ എങ്ങനെ കാണാനാ? അളിയൻ പറയുന്നത് യാത്ര പറയണമെന്ന് നിൽക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങാന്നാ. നമുക്ക് പോകാനുള്ള ഓട്ടോയും വന്നിട്ടുണ്ടമ്മേ. ഇറങ്ങുന്നതിന് മുമ്പ് എത്താന്നാ നിധി പറഞ്ഞ്. പക്ഷെ ഇതുവരെ അവരെത്തിയില്ലല്ലോ. നിഖിലെ, നീ ഒന്ന് വിളിച്ചു നോക്കി. ആ, ഞാൻ വിളിക്കാം. ഇങ്ങനെ ഒരു യാത്ര നേരത്തെ തീരുമാനിച്ചെങ്കിലേ നമുക്ക് വല്ല അച്ചാറോ ഇടിച്ചമന്തിയോ ഒക്കെ ഉണ്ടാക്കായിരുന്നു. ഇതിപ്പോ വെറും കൈയോടെയല്ലേ പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത്. ഞങ്ങള് രണ്ടുപേരുടെ കാര്യമല്ലേ ഉള്ളൂ ആന്റി. അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോളും. നിധി ഫോൺ എടുക്കുന്നില്ല. ആ, നിങ്ങൾ എന്തായാലും ഇറങ്ങാൻ നോക്ക്. എന്നാലും ചേച്ചി വരാതെ എങ്ങനെ അളിയാ? സമയത്ത് അവിടെ കിടന്ന് വെപ്രാളം പിടിക്കാൻ നിൽക്കണ്ട. എന്തായാലും ഓട്ടോയും വന്നില്ലേ, ഇറങ്ങാൻ നോക്ക്. വാ, വാ എടുത്തോ. ഇവരൊക്കെ ഇങ്ങനെ പലതും പറയൂ ആന്റി. വെറുതെ നിന്ന് സമയം കളയണ്ട. വന്നേ ഇങ്ങോട്ട്. വാ ചന്ദ്രികെ, ചിലപ്പോ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവരിങ്ങ് എത്തും. വാ. എന്നാലും അവളെ ഒന്ന് കണ്ടു പറഞ്ഞു പോകാൻ പറ്റാത്തത് വലിയ വിഷമായി പോയി. എന്റെ ആന്റി, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് ഒരു മെസ്സേജ് വിട്ടിട്ട് 2-3 വർഷത്തേക്ക് ആളുകൾ വിദേശത്തേക്ക് വിമാനം കയറുന്ന കാലമായത്. ഇത്തരം നിസ്സാര കാര്യങ്ങളിൽ സെന്റിമെന്റലായി ട്രെയിൻ മിസ്സാക്കാൻ നിൽക്കില്ലേ? അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ചന്ദ്രികെ. നിങ്ങൾ വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നോക്ക്. ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടി സമാധാനായിട്ട് അതിലിരുന്ന് നിധിയെ വിളിച്ച കാര്യം പറയാലോ. അതാവുമ്പോ ഒരു ടെൻഷനും ഇല്ലാതെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുകയും ചെയ്യാം, അല്ലേ നിഖിലേ? എന്നാലും നിധിയെ ഒന്നുകൂടെ വിളിച്ചു നോക്കുമോനെ. ചിലപ്പോ അവരെത്താറായെങ്കിലോ. ഇതിപ്പോ ട്രെയിൻ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നിധിയെ കണ്ടേ പറ്റൂന്നുള്ള വാശിയിലാണല്ലോ ആന്റി. എന്റെ ആന്റി, ഈ യാത്ര പറച്ചിലെന്നൊക്കെ പറയുന്നത്